എല്ലാവരും ഇലക്ഷൻ റിസൾട്ടൊക്കെ വന്ന് അതിൻ്റെ വിശകലനങ്ങളൊക്കെ കണ്ട് വിജൃംഭിച്ചിരിക്കുകയായിരിക്കും എന്ന് എനിക്കറിയാം. ഇന്ന് പകൽ മുഴുവൻ എല്ലാവരും ഇലക്ഷൻ റിസൾട്ടുമായി ബന്ധപ്പെട്ട വിശകലനങ്ങളിലായിരിക്കും. അതിലെനിക്ക് ഏറ്റവും രസകരമായ ഒരു വിശകലനം കേട്ടത്, ഞങ്ങൾ കാരണമാണ് UDF ജയിച്ചത്, അതുകൊണ്ട് തോറ്റ LDFകാരോട് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്നും, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ജയിച്ച UDFകാരോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടം ആളുകൾ ഒരു 2 വീഡിയോ ചെയ്ത് കണ്ടു. വളരെ കൗതുകകരമായിട്ട് എനിക്ക് തോന്നി. ഞാൻ രാവിലെ മുതൽ ഇലക്ഷൻ റിസൾട്ട് സാഗൂതം വീക്ഷിക്കുകയായിരുന്നു. പൂർണ്ണമായിട്ടത് കണ്ടു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇന്ന് പ്രത്യേകിച്ച് വേറെ പരിപാടികൾക്കൊന്നും പോയിട്ടില്ല. ഈ ഇലക്ഷൻ റിസൾട്ട് കാണുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളൊക്കെ ഇലക്ഷൻ റിസൾട്ടുമായി ബന്ധപ്പെട്ട് നിങ്ങളുടേതായിട്ടുള്ള വിശകലനങ്ങൾ, വീക്ഷണങ്ങൾ ഉണ്ടായിരിക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ ഇലക്ഷൻ റിസൾട്ടിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. അത് നമുക്ക് വിശദമായിട്ട് ഞാൻ രാഷ്ട്രീയം പറയാൻ സമയമായി എന്ന് പലപ്പോഴും ചിന്തിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ ശരിക്കും സമയമായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അത് അധികം താമസിയാതെ തന്നെ നമ്മൾ ആ ഒരു സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. കാരണം കേരളത്തിലെ രാഷ്ട്രീയം ആ ഒരു പ്രബുദ്ധത കാണിക്കുന്നു എന്നതിൻ്റെ ചില സൂചനകളുണ്ട്. അപ്പോൾ കേവലമായിട്ടുള്ള കക്ഷി രാഷ്ട്രീയ ജയപരാജയ കൗണ്ടുകൾക്ക് അപ്പുറത്തേക്ക് ഈ ഇലക്ഷൻ റിസൾട്ട് നമ്മളോട് പറയുന്ന വ്യക്തമായിട്ടുള്ള ചില പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. എൻ്റെ വിലയിരുത്തലാണ്. അതിലൊന്ന്, ഫാത്തിമ തഹ്ലിയ, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഫാത്തിമ തഹ്ലിയ തോൽക്കാനാണ് സാധ്യത, പക്ഷേ ആ പ്രവചനം തെറ്റണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞാനത് പറയുന്നത്. ഫാത്തിമ തഹ്ലിയ ജയിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഒരു പ്രവചനം എന്ന രീതിയിൽ നമ്മൾ ഇതുവരെ കണ്ട കേരളത്തെ വിലയിരുത്തുമ്പോൾ, അല്ലെങ്കിൽ ഇതുവരെ കണ്ട മുസ്ലിം ലീഗിനെ വിലയിരുത്തുമ്പോൾ ഫാത്തിമ തഹ്ലിയ തോൽക്കാനാണ് സാധ്യത എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് ജയിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞിരുന്നത്. അതിൻ്റെ കാരണങ്ങൾ വേറെയാണ്. ഫാത്തിമ തഹ്ലിയയുടെ പൊളിറ്റിക്സിനോടോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളോടോ അവരുടെ നിലപാടുകളോടൊന്നും ഒരു തരത്തിലും ഒരു ഘട്ടത്തിലും ഒരു ആഭിമുഖ്യം തോന്നിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇസ്ലാമിക ശരീഅത്ത് നിയമങ്ങളിലെ സ്ത്രീവിരുദ്ധമായ സമീപനങ്ങളെ തൻ്റെ പ്രിവിലേജ് കൊണ്ട് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന വളരെ റിഗ്രസീവായിട്ടുള്ള ഒരു പണിയെടുത്ത ആളാണ് ഫാത്തിമ തഹ്ലിയ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അന്നും ഇന്നും ഒരേ അഭിപ്രായമാണ്. പക്ഷെ നമ്മൾ കേരളത്തിലെ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇതിൽ നോക്കുമ്പോൾ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും മുസ്ലിം ലീഗിൻ്റെ പൊളിറ്റിക്കൽ നിലപാടുകളും മുസ്ലിം ലീഗ് അണികളുടെ രാഷ്ട്രീയ ബോധവും അവരുടെ മതബോധവും എല്ലാം കൂടെ പരിഗണിക്കുമ്പോൾ മുസ്ലിം ലീഗിന്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരിയായിട്ടുള്ള അത്യാവശ്യം മേക്കപ്പ് ഒക്കെ ഉപയോഗിക്കുന്ന, ലിപ്സ്റ്റിക്കൊക്കെ ഇടുന്ന, അങ്ങനെ തന്നെ പറയാം, ലിപ്സ്റ്റിക്കൊക്കെ ഇടുന്ന, മുഖം മറക്കാത്ത ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ, ഒരു വനിത പൊതുരംഗത്തേക്ക്, രാഷ്ട്രീയ രംഗത്തേക്ക് സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്ന് ചെയ്യേണ്ട രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുകയും അവർക്ക് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, പ്രത്യേകിച്ച് സംവരണത്തിന്റെ നിർബന്ധിത സാഹചര്യമൊന്നും ഇല്ലാതെ, ഇതൊക്കെ രാഷ്ട്രീയം, മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം ശരിയായ രീതിയിൽ നിരീക്ഷിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. സംവരണം എന്ന ഒരു നിർബന്ധിത സാഹചര്യം ഇല്ലാതെ തന്നെ സ്വമേധയാ ഒരു മുസ്ലിം ലീഗിന്റെ വനിതാ സ്ഥാനാർത്ഥിയെ, പ്രത്യേകിച്ച് യുവതിയായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ, ബുർഹ ഇടാത്ത ഒരു സ്ഥാനാർത്ഥിയെ, ലിപ്സ്റ്റിക്കൊക്കെ ഇടുന്ന ഒരു സ്ത്രീയെ, ഒരു വനിതയെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മുസ്ലിം ലീഗ് ടിക്കറ്റ് കൊടുക്കുകയും അങ്ങനെ ടിക്കറ്റ് കൊടുത്ത മുസ്ലിം ലീഗിന്റെ ടിക്കറ്റിൽ മുസ്ലിം ലീഗിന്റെ ഒരു വനിതാ സ്ഥാനാർത്ഥി, ഞാൻ ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സോടുകൂടി അവർ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ അടയാളമാണ്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. മതപരമായിട്ടുള്ള കാര്യത്തിലേക്ക് കൂട്ടിക്കുഴച്ചിട്ടല്ല ഞാൻ പറയുന്നത്. അപ്പൊ അതൊരു ഒരു പോയിന്റാണ്. മറ്റൊന്ന്, അൻവറിന്റെ പരാജയമാണ്. PV അൻവർ അല്ലാതെ മറ്റൊരാളാണ് ബേപ്പൂരിൽ മത്സരിച്ചിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും മുഹമ്മദ് റിയാസ് തോൽക്കുമായിരുന്നു എന്നതാണ് എൻ്റെ രാഷ്ട്രീയ നിരീക്ഷണം. നിങ്ങൾ എത്ര പേർക്ക് ഇത് ഞാൻ പറയുന്നത് അംഗീകരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ പറയുന്നത്, തോൽക്കണം അല്ലെങ്കിൽ തോൽക്കും എന്ന് ഞാൻ നിങ്ങളോട് പങ്കുവച്ച ഒരു പേരാണ് അൻവർ. അൻവർ തോൽക്കും. അൻവർ തോൽക്കുക എന്ന് പറയുന്നതും വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ പിണറായി വിരുദ്ധ തരംഗത്തിലും ഈ ഇടതുപക്ഷ വിരുദ്ധ തരംഗത്തിനിടയിലും പിണറായിസത്തിനെതിരെ പടനയിച്ച, പാളയത്തിൽ പടയായിട്ട് പുറത്തിറങ്ങി വന്ന് കോലാഹലവും കലഹവും ഉണ്ടാക്കി പിണറായി വിജയനെയും മരുമോനിസത്തെയും തകർത്തു തരിപ്പണമാക്കും എന്ന് വീമ്പളക്കിയ PV അൻവർ മരുമോനോട് അതിദയനീയമായിട്ട് പരാജയപ്പെട്ടു എന്ന് പറയുന്നതും കേരളം മുന്നോട്ട് വെക്കുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. സന്ദീപ് വാര്യർ എന്ന് പറയുന്ന
BJPയുടെ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വളരെ മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ നാക്കായി കേരളത്തിൽ ഉണ്ടായിരുന്ന സന്ദീപ് വാര്യർ അതിനുശേഷം എന്ത് കാരണങ്ങൾ കൊണ്ടോ, രാഷ്ട്രീയമായിട്ടുള്ള ചുവടുമാറ്റം കൊണ്ടോ, ആദർശപരമായിട്ടുള്ള തിരിച്ചറിവ് കൊണ്ടോ, എന്തുകൊണ്ടോ, അല്ലെങ്കിൽ അധികാര രാഷ്ട്രീയത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം കൊണ്ടോ, എന്ത് കാരണങ്ങൾ കൊണ്ടോ അദ്ദേഹം രാഷ്ട്രീയമായിട്ടുള്ള ഒരു നിലപാട് മാറ്റം സ്വീകരിക്കുകയും മുസ്തഫ എന്ന് പറയുന്ന ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയോട് തൃക്കരിപ്പൂരിൽ മത്സരിച്ച് ജയിച്ചു എന്നതാണ് മറ്റൊരു രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റ്. ഇനി ഞാൻ അങ്ങനെ പൊളിറ്റിക്കലായിട്ട് കാണുന്നത് കൊണ്ടാണ് ഞാനത് പറയുന്നത് കേട്ടോ. വേറൊരു രാഷ്ട്രീയ സമവാക്യങ്ങളിലുള്ള ഒരു എന്താ പറയുക വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്, ജോയ് എന്ന് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് മുസ്ലിം ലീഗിൻ്റെ ഉറപ്പായും മുസ്ലിം ലീഗിനെ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ മാത്രം മത്സരിക്കുന്ന ഒരു മണ്ഡലത്തിൽ വന്ന് ജയിച്ചു കയറുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഷിയാസിനെ പോലെ കൊച്ചിയിൽ എറണാകുളത്ത് ഷിയാസ് എന്ന് പറയുന്ന ഒരു മുസ്ലിം സ്ഥാനാർത്ഥി മത്സരിച്ച് ജയിച്ചു കയറുന്ന നമ്മൾ കണ്ടു. അങ്ങനെ എൻ്റെ നോട്ടത്തിൽ, എൻ്റെ കാഴ്ചയിൽ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ചില ലക്ഷണങ്ങൾ ഞാൻ രാഷ്ട്രീയത്തിൽ കാണുന്നുണ്ട്. ഇത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ തെളിമയ്ക്ക് നൽകിയ വോട്ടായിട്ട് ഞാൻ കാണുന്നില്ല. UDF എന്ന് പറയുന്ന ഒരു മഹാ സംഭവമായതുകൊണ്ട് ഇവർക്ക് ഉണ്ടായ ജയമായിട്ട് ഞാൻ കാണുന്നില്ല. അതേസമയത്ത് AK ആന്റണി പോലും ഇന്ന് പറഞ്ഞതുപോലെ ഇത് വാസ്തവത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ പൊളിറ്റിക്സിന്റെ വിജയമാണ്. ഇടതുപക്ഷ മനസ്സുള്ള അല്ലെങ്കിൽ ദ റിയൽ ലെഫ്റ്റ് ആയിട്ടുള്ള രാഷ്ട്രീയ മനസ്സിന്റെ വിജയമായിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അടയാളപ്പെടുത്തലായിട്ടാണ് ഞാൻ കാണുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയം പ്രതികരിച്ചപ്പോൾ LDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള CPIM എങ്ങനെയാണ് ഇതുപോലെ പരാജയപ്പെട്ട് പണ്ടാരടങ്ങി പോകുന്നത് എന്ന് ചോദിച്ചാൽ അവിടെയാണ് നമ്മൾ ഇടതുപക്ഷവും CPM-ഉം അതിന് രണ്ടായിട്ട് നമ്മൾ കാണുന്നത്. എന്താണ് ഇടതുപക്ഷം എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരം കൂടി രാഷ്ട്രീയം തന്നിട്ടുണ്ട്. കടക്ക് പുറത്തെന്ന് പറഞ്ഞ ആളോട്, വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞ ആളോട് വളരെ കൃത്യമായിട്ട് വീട്ടിൽ വന്ന് ചോദിക്കാവുന്ന പരുവത്തിൽ പാർട്ടിയെ ഏകദേശം ഒരു പരുവത്തിലാക്കി കയ്യിൽ കൊടുത്തിട്ടുണ്ട് കേരളം. അപ്പം ഇങ്ങനെ ഞാനിത് മൊത്തത്തിൽ ഇങ്ങനെ കാണുമ്പോൾ ഈ വിധി നിർണ്ണയിക്കുന്ന വോട്ടിൻ്റെ ഒരു കനം, അത് എന്താ പറയുക, രജിസ്റ്റേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എങ്ങനെ വീണാലും പച്ചയ്ക്ക് അല്ലെങ്കിൽ പിന്നെ UDFന് മാത്രം, കോൺഗ്രസിനും മുസ്ലിം ലീഗിനും മാത്രം വോട്ട് ചെയ്യുന്ന ആളുകളുടെ വോട്ട് കൊണ്ട് സംഭവിച്ച മാജിക് അല്ല. എന്തൊക്കെ സംഭവിച്ചാലും ചോപ്പിനെ കുത്തുള്ളൂ എന്ന് പറയുന്ന വോട്ടിനും പ്രത്യേകിച്ച് ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ടാവില്ല. ഇതിനിടയിൽ നിൽക്കുന്ന വോട്ട് ഇങ്ങനെ ഒരു ലാൻഡ് സ്ലൈഡ് ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിജയപരാജയത്തിന് ഉതകുന്ന തരത്തിൽ ഇവിടുത്തെ ലിബറൽ ആയിട്ടുള്ള ഇടതുപക്ഷ മനസ്സിന്റെ വോട്ട് വിഹിതം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ നിരീക്ഷണം. അതായത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്ക് തലച്ചോറ് പണയം വെക്കാത്ത വോട്ടർമാരുടെ എണ്ണത്തിന്റെ വ്യാപ്തി കൂടി വരുന്നു എന്നതിൻ്റെ സൂചനയായിട്ട് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ വിലയിരുത്തുന്നു എന്നതാണ് എൻ്റെ നിരീക്ഷണം. ഇനി ഞാൻ നിങ്ങളോട് പറയുന്ന രണ്ട് തരത്തിലുള്ള ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഈ അവകാശവാദക്കാരെ അല്ലെങ്കിൽ ഇതിനു മുൻപുള്ള പിന്തുണക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒന്ന്, ഇടതുപക്ഷം 2019 കാണിച്ച അല്ലെങ്കിൽ 2019 ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇടതുപക്ഷമല്ലാതായി, അതതിൻ്റെ മുമ്പേ അല്ല, കുറച്ചുകൂടിയും എവിഡൻ്റ് ആയിട്ടുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ CPIM പോലെ ഒരു പാർട്ടിക്ക് യോജിക്കാത്ത നിലവാരത്തിലേക്ക് കേരളത്തിൽ മാറിയിരുന്നു. ശബരിമല പ്രശ്നത്തിന് ശേഷം നടന്നിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ലോക്സഭയിലേക്ക് മത്സരിച്ച MLA-മാർക്ക്, ആ മത്സരിച്ച് ജയിച്ച MLA-മാർക്ക് പകരമായിട്ട് അവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പ് മുതൽ ഞാൻ നിങ്ങളോട് പറയുന്നത് കേരളത്തിലെ ഈ പറയപ്പെടുന്ന ദ റിയൽ സെക്കുലർ വോട്ടുകൾ അതിൻ്റെ സ്വഭാവം കാണിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു നിരീക്ഷണമാണ്. നിങ്ങൾ യോജിക്കുമെന്ന് എനിക്കറിയില്ല. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ വർഗീയത പറഞ്ഞ് വോട്ട് പിടിച്ച 4 സ്ഥാനാർത്ഥികളും തോറ്റു. അതിൽ ഈ 3 മുന്നണികളുടെ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അന്നത്തെ നിരീക്ഷണം. 2019 ലോക്സഭാ ഇലക്ഷന് ശേഷം നടന്ന വളരെ വൈകാരികമായ ജാതി മത പ്രശ്നങ്ങൾ കത്തിച്ചുകൊണ്ട് വർഗീയമായിട്ട് മതപരമായിട്ട് തന്നെ മതം പറഞ്ഞ് വോട്ട് പിടിക്കാൻ ഇറങ്ങിയ 4 സ്ഥാനാർത്ഥികൾ 3 മുന്നണികളിൽ നിന്നായിട്ട് തോറ്റു എന്നത് എൻ്റെ ഒരു അന്നത്തെ നിരീക്ഷണമാണ്. ഞാനത് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ആ ഒരു വോട്ടിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വോട്ടെണ്ണത്തിൻ്റെ വ്യാപ്തി കൂടി വരുന്നു. വളരെ കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ബദൽ കേരളത്തിൽ രൂപപ്പെടുന്ന ഘട്ടത്തിൽ ഈ വോട്ടുകൾ അങ്ങോട്ട്
കൃത്യമായിട്ട് ഷിഫ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് സത്യസന്ധമായി സുതാര്യമായി ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി കേരളത്തിൽ ഉണ്ടായി വരികയോ അതല്ലെങ്കിൽ ഏതെങ്കിലും നിലവിലുള്ള പാർട്ടികൾ ആ സ്വഭാവത്തിലേക്ക്, സത്യസന്ധമായ സെക്യുലറിസത്തിലേക്ക്, സത്യസന്ധമായ ജനാധിപത്യവും സുതാര്യതയും ആത്മാർത്ഥതയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന നിലവാരത്തിലേക്ക് ഉയരുകയോ ചെയ്താൽ ആ പാർട്ടി വളരെ പെട്ടെന്ന് കേരളത്തിൽ സ്വാധീനം നേടുകയും ഇലക്ഷൻ ജയിക്കുകയും കേരളം ഭരിക്കുകയും ചെയ്യാൻ സാധ്യതയുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിലുണ്ട്. പണ്ടൊക്കെ നമ്മൾ 5 കൊല്ലം അങ്ങോട്ട് 5 കൊല്ലം ഇങ്ങോട്ടൊന്ന് ചാടിയിരുന്ന വളരെ ചെറിയ ഒരു വോട്ട് ശതമാനം, ഒരു 5%, 8% ചാഞ്ചാട്ടം കൊണ്ട് വിധി നിർണ്ണയിക്കപ്പെട്ടിരുന്ന കേരളത്തിന്റെ രാഷ്ട്രീയം മാറിയിട്ടുണ്ടെന്നും നല്ല ബോധ്യത്തിൽ വോട്ട് ചെയ്യുന്ന, നല്ല സൂക്ഷ്മമായി തെരഞ്ഞെടുത്ത് പാർട്ടി മാത്രമല്ല അല്ലെങ്കിൽ മുന്നണി മാത്രമല്ല ഓരോ സ്ഥാനാർത്ഥികളെയും തെരഞ്ഞുപിടിച്ച് TM പ്രതാപനെ തെരഞ്ഞുപിടിച്ച് തോൽപ്പിക്കുന്ന, മൊത്തത്തിൽ UDF മുന്നേറ്റം ഉണ്ടാക്കുമ്പോൾ അവിടെ TN പ്രതാപൻ തോൽക്കുന്നു, PV അൻവർ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തോൽക്കുന്നു, അതേപോലെ തന്നെ PK ശശി തോൽക്കുന്നു, മന്ത്രിമാർ മുഴുവൻ 1, 2, 3 എന്ന് പറഞ്ഞ് തോൽക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇളക്കം അല്ലെങ്കിൽ ഒരു മാറ്റം വ്യക്തികളെ, പാർട്ടിയെ, മുന്നണിയെ ഒക്കെ ക്ലിയർ ആയിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് എത്ര വലിയ ലാൻഡ് സ്ലൈഡിനിടയിലും PV അൻവറിനെ തോൽപ്പിക്കേണ്ടവനാണ് എന്ന ഒരു ബോധ്യം ഉള്ള ഒരു രാഷ്ട്രീയ സമൂഹം കേരളത്തിൽ ശക്തി പ്രാപിച്ചു വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. NDAക്ക് കിട്ടിയിട്ടുള്ള 3 സീറ്റ്, ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. NDAക്ക് കിട്ടിയിട്ടുള്ള 3 സീറ്റും അതും വളരെ കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. രാജീവ് ചന്ദ്രശേഖറിനേക്കാളും മാരകമായിട്ട് മാരകമായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ സാധാരണഗതിയിൽ സൗമ്യമായിട്ട് സംസാരിക്കുകയും ഒരു ബിസിനസ്സുകാരന്റെ മെയ്വഴക്കത്തോടു കൂടി കേരളത്തിന് അനുയോജ്യമായിട്ടുള്ള രാഷ്ട്രീയം പറയാൻ ശ്രമിച്ച ഒരാളാണ്. അപ്പൊ ഹിന്ദുത്വ തീവ്രതയാണ് അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വവാദമാണ് ജയിക്കുന്നതെങ്കിൽ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ജയിക്കേണ്ടതാണ്, ജയിക്കുന്നില്ല. ജയിച്ച 3 പേര് നിങ്ങൾ നോക്കൂ. ജയിച്ച 3 പേര്, ഒന്ന് വി മുരളീധരനാണ്, അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹവും ഈ പറഞ്ഞതുപോലെ സംസാരത്തിലും പ്രയോഗങ്ങളിലൊക്കെ സൂക്ഷ്മത പുലർത്തുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്, കേന്ദ്രമന്ത്രിയായിരുന്ന ആളാണ്. കെ സുരേന്ദ്രൻ തോൽക്കുകയും ശോഭാ സുരേന്ദ്രൻ തോൽക്കുകയും വി മുരളീധരൻ ജയിക്കുകയും അതേപോലെ തന്നെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ജയിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു പാറ്റേൺ. അതിനപ്പുറത്തേക്ക് ചാത്തന്നൂരിൽ ജയിച്ച NDA സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അദ്ദേഹം വളരെ കൃത്യമായി കഴിഞ്ഞ ഒരു 10-15 വർഷമായി മണ്ഡലത്തിൽ ജനങ്ങളോടൊപ്പം ഇറങ്ങി അതിനുവേണ്ടി പ്രവർത്തിച്ച് മുന്നോട്ട് പോയി. അപ്പം നമ്മൾ ഈ NDA ജയിക്കുമെന്ന് പ്രതീക്ഷ വെച്ചിരുന്ന സമയത്ത് പറഞ്ഞു കേൾക്കാത്തൊരു മണ്ഡലമായിട്ടുള്ള ചാത്തന്നൂര് NDA ജയിച്ചു കയറുന്നു എന്നുള്ളതും രാഷ്ട്രീയമായിട്ടുള്ള സൂചനയാണ്. ഞാൻ പറയുന്നത് പൊളിറ്റിക്കലായിട്ടുള്ള നിലപാടുകൾ, അതിൻ്റെ തീവ്രത, വർഗീയത, ജാതി, മതം, സമവാക്യം ഇതൊക്കെ പ്രവർത്തിക്കുമ്പോഴും ജനങ്ങൾ ആ കൂട്ടത്തിൽ ആരെ തിരഞ്ഞെടുക്കണം, ഏതൊക്കെ പാർട്ടിയിൽ നിന്ന് എങ്ങനെയൊക്കെ ജയിക്കണം എന്ന കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചു എന്നാണ് എൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ എൻ്റെ നിരീക്ഷണങ്ങൾ ഇവിടെ വെക്കുന്നത്. അത് ഒരു തരത്തിൽ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു പ്രബുദ്ധതയിലേക്ക് അല്ലെങ്കിൽ പ്രബുദ്ധത നമ്മൾ പ്രകടിപ്പിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് പൊളിറ്റിക്കലായിട്ടുള്ള വിവേകം നമ്മൾ കാണിക്കുന്നു എന്ന്, നിലവിലുള്ളതിൽ നിന്ന് തിരഞ്ഞെടുക്കാനുള്ള വിവേകം നമ്മൾ കാണിക്കുന്നു എന്നതിൻ്റെ സൂചനയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് ആ അഭിപ്രായത്തോട് യോജിപ്പുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കറിയില്ല, നിങ്ങളാണ് അതിനെക്കുറിച്ച് പറയേണ്ടത്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ അർത്ഥത്തിൽ ആളുകൾ പ്രബുദ്ധരാകുന്നു തന്നെയാണ്. കേരളത്തിൽ ഈ കേവലമായ മതവും ജാതിയും, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിന്റെ കാര്യം പറഞ്ഞ് അവിടെ ഹിന്ദു വോട്ടുകൾ ഇളക്കിവിട്ട ഗോപാലേട്ടൻ തോറ്റു, അവിടെ വീണ്ടും ഒരു മുസ്ലിം ജയിച്ചു. ഇടതുപക്ഷത്തിന്റെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ജയിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത്, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെ വോട്ട് ചോദിക്കുന്നു എന്നതും നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, നിങ്ങൾ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ, നിങ്ങളുടെ പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ, ഇതൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ക്വാളിറ്റി, നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള നിലപാട്, സത്യസന്ധത, സുതാര്യത തുടങ്ങി കുറെ കാര്യങ്ങളൊക്കെ ആളുകൾ അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ജയിച്ച എല്ലാവരും ഭയങ്കര മുന്തിയ കേമന്മാരാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഞാൻ ഫാത്തിമ തഹ്ലിയയുടെ കേസിൽ ഞാൻ പറഞ്ഞു, വളരെ റിഗ്രസീവ് ആയിട്ടുള്ള പല നിലപാടുകളും മതപരമായി സ്വീകരിക്കുന്ന ആളാണ് ഫാത്തിമ തഹ്ലിയ. ഒരു എന്താ പറയുക, സാധാരണഗതിയിൽ നമ്മളിപ്പം മതത്തിന്റെ ഭാഗത്തു നിന്നുള്ള വിശ്വാസപരമായിട്ടുള്ള എൻ്റെ കാഴ്ചപ്പാട് നോക്കുമ്പോൾ ജയിക്കാൻ പാടില്ലാത്ത സ്ഥാനാർത്ഥിയാണ് ഒരർത്ഥത്തിൽ. അതേ സമയത്ത് പെൺകുട്ടികളെ ജയിപ്പിക്കില്ല എന്ന ഒരു മതപരമായിട്ടുള്ള മൈൻഡ് സെറ്റ്
പെണ്ണുങ്ങൾ ഭരിച്ചാൽ നാട് മുടിയും എന്ന മൈൻഡ് സെറ്റിൽ നിന്ന് പെൺകുട്ടികളെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും സ്റ്റേജിൽ കയറുന്നതും ഒക്കെ എതിർക്കുന്ന ഒരു സമസ്തയുടെ അണികൾ എന്ന് പറയപ്പെടുന്ന മുസ്ലിം വിഭാഗത്തിന്റെ വോട്ട് നേടിയിട്ട് ഫാത്തിമ തഹ്ലിയെ പോലെ മുഖം മറക്കാത്ത, ലിപ്സ്റ്റിക് ഇടുന്ന, പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന, സ്റ്റേജിൽ കയറുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരു പെൺകുട്ടി മുസ്ലിം ലീഗിന്റെ ടിക്കറ്റിൽ ജയിക്കുക എന്ന ഒരു പൊളിറ്റിക്കൽ ചേഞ്ച്, അതാണ് ഞാൻ ആ കാര്യത്തിൽ കാണുന്ന പോസിറ്റീവായിട്ടുള്ള വശം. ബാക്കി കാര്യങ്ങൾ, നമ്മൾ മതപരമായിട്ടുള്ള വിമർശനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അത് ഇനിയും തുടരും. അത് വി ഡി സതീശനെതിരെയും തുടരും. വി ഡി സതീശൻ ബെടായി പറഞ്ഞാൽ ഇനിയും നമ്മളത് പൊളിച്ചെടുക്കും. അതേപോലെ തന്നെ ഈ പറയുന്ന ഫാത്തിമ തഹ്ലിയെ പ്രസംഗിച്ചാൽ അതും നമ്മൾ ഇനിയും റോസ്റ്റ് ചെയ്യും. അതിനകത്തൊന്നും സംശയമൊന്നുമില്ല. അത് ആര് മുഖ്യമന്ത്രി ആയാലും ശരി, ആര് ആഭ്യന്തരമന്ത്രി ആയാലും ശരി. അപ്പം ഇനി രണ്ട് നിലപാട് സിംഗങ്ങളെ കൂടി ആളുകൾ വ്യക്തിപരമായിട്ട് പറയല, രണ്ട് പാറ്റേൺ ഞാൻ കണ്ടത് നിങ്ങളോട് പറയാണ്. ഇപ്പം CPIM എന്ന് പറയുന്ന ഒരു പാർട്ടി അങ്ങേയറ്റം ധാർഷ്ട്യവും അഹങ്കാരവും കാണിച്ച് ജനങ്ങളെന്തോ ഇവരുടെയൊക്കെ എന്താ പറയുക, ഇവരുടെ പ്രജകളായി കണ്ട് ഇവര് വലിയ തമ്പ്രാക്കന്മാരും പിന്നെ വലിയ രാജാക്കന്മാരും ഒക്കെ കണ്ടു നിന്ന് മനുഷ്യരുടെ അഹങ്കാരം കാണിച്ച് ഒരു തരത്തിലും ഒരു ജനാധിപത്യ സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ മന്ത്രിസഭയും മന്ത്രിമാരും പാർട്ടിയും പ്രവർത്തിച്ചപ്പോൾ അവരെ പറഞ്ഞയക്കേണ്ടടത്തേക്ക് കേരളം പറഞ്ഞയച്ചു. ഇതെല്ലാം കൂടെ കൂട്ടിയാണ് ഞാൻ വായിക്കുന്നത്. അവിടെ UDF കിട്ടുന്ന വോട്ടും കിട്ടുമായിരുന്ന വോട്ടും LDFന്റെ ഈ സ്വഭാവ ഗുണം കൊണ്ട് LDFൽ നിന്ന് വിട്ടുപോയ വോട്ടും എല്ലാം കൂടെ ചേർത്ത് UDF ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി ഉണ്ടായി. ഇതിന്റെ കൂടെ നമ്മൾ പരാമർശിക്കപ്പെടേണ്ട കാര്യം, അതല്ലെങ്കിൽ ഞാൻ പറയുന്ന കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ വിജയമാണ് എന്ന് ഞാനിത് പറയാനുള്ള കാരണം, ഇടതുപക്ഷ മുന്നണി അല്ലെങ്കിൽ CPIMുമായി ബന്ധപ്പെട്ട് അതിനകത്തുള്ള പ്രശ്നങ്ങൾ പുറത്ത് ജനങ്ങളോട് തുറന്ന് സംസാരിച്ചതിന്റെ പേരിൽ നടപടി നേരിടുകയും ഭീഷണി നേരിടുകയും പുറത്താക്കപ്പെടുകയും ഒക്കെ ചെയ്ത ഒരു 4-5 ഇടതുപക്ഷ നേതാക്കന്മാർ CPMനെതിരായി നിന്നുകൊണ്ട് മത്സരിക്കുകയും അവർ വലിയ വിജയം നേടുകയും ചെയ്തു എന്നുകൂടി നമ്മൾ കാണണം. ഇപ്പോൾ നമ്മുടെ ആലപ്പുഴയിലല്ലോ, അമ്പലപ്പുഴയിൽ G. സുധാകരൻ, അതേപോലെ തന്നെ കണ്ണൂരിൽ നിന്ന് തന്നെ 2-3 വേറെ ആളുകൾ, അതായത് അവരൊക്കെ സജീവമായിട്ട് CPM രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ, അവര് CPIMന്റെ ഈ ജനവിരുദ്ധമായ ധാർഷ്ട്യം നിറഞ്ഞ, അഹങ്കാരം നിറഞ്ഞ, സ്വജനപക്ഷപാതത്തിനെതിരായിട്ടൊക്കെ നിലപാട് പറഞ്ഞപ്പോൾ പാർട്ടി അവരെ നേരിടുകയും കൈകാര്യം ചെയ്യാൻ തീരുമാനിക്കുകയും പുറത്താക്കുകയും അധിക്ഷേപിക്കുകയൊക്കെ ചെയ്തവർ അവിടെ കൃത്യമായി ജയിച്ചു കയറുന്നു. എന്നാൽ അതേസമയത്ത് അതേ CPMനോട് യുദ്ധം വെട്ടി ഇതേ സ്വജനപക്ഷപാതവും അഴിമതിയും ഒക്കെ ആക്ഷേപിച്ച് പുറത്തു വന്ന് യുദ്ധം പ്രഖ്യാപിച്ച അൻവർ കോഴിക്കോട് ബേപ്പൂരിൽ തോൽക്കുകയും ചെയ്തു. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്, വളരെ കൃത്യമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പും വളരെ വിവേകപൂർവമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പും നടന്നിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞ പാറ്റേൺ, അതായത് കേരളത്തിലെ ഒരു മുജാഹിദ് സംഘടനയുടെ യുവജന വിഭാഗം ആയിട്ടുള്ള ആളുകൾ ഇന്ന് ഇരുന്നിട്ട് ഈ തെരഞ്ഞെടുപ്പിന്, ഞാൻ ഈ പറഞ്ഞതാണ് എൻ്റെ ഇത്തവണത്തെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട എൻ്റെ നിരീക്ഷണങ്ങൾ, എൻ്റെ അഭിപ്രായം ഇതാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം, കാരണം ഇത് സബ്ജക്റ്റുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്തതാണ്. സബ്ജക്റ്റ് കുറച്ചധികം നീണ്ടുപോകാൻ സാധ്യതയുള്ളതാണ്. അതിനിടയിൽ ഇന്ന് കേട്ട വളരെ രസകരവും കൗതുകകരവുമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, അത് ഈ പറയപ്പെടുന്ന മുജാഹിദ് സംഘടനയുടെ കുട്ടി യൂട്യൂബ് ചാനലിൽ അവർ കണിശമായും LDF വിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. അവർ ഇത്തവണ നിഷ്പക്ഷരായിരുന്നില്ല, അവർ വളരെ കൃത്യമായി UDFന് വേണ്ടി നിലപാട് സ്വീകരിച്ചിരുന്നു, CPM വിരുദ്ധ നിലപാട് സ്വീകരിച്ചിരുന്നു. അതിലൊരു മുജാഹിദുകാരൻ പിന്നെ കുറെ കാലമായിട്ട് CPMന് വോട്ട് ചെയ്തിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എനിവേ, മുജാഹിദുകാരൻ എങ്ങനെ CPMന് വോട്ട് ചെയ്യും എന്നുള്ളത് വേറെ ചോദ്യം, അത് പോട്ടെ. അപ്പൊ ആ അർത്ഥത്തിൽ മുജാഹിദുകൾ നിലപാട് സ്വീകരിച്ചത് കൊണ്ടാണ്, CPIM മുസ്ലിം വിരുദ്ധ നിലപാട് സ്വീകരിച്ചത് കൊണ്ടാണ് CPMന് പരാജയം ഉണ്ടായത് എന്നും, ഇത് മുസ്ലിങ്ങളുടെ സ്വത്വത്തിനെതിരായിട്ട് CPM നടത്തിയിട്ടുള്ള കടന്നുകയറ്റത്തിനെതിരെയുള്ള ജനവിധിയാണ് എന്നും, ഇനിയെങ്കിലും നിങ്ങൾ ഇന്ന് പാഠം പഠിക്കണം എന്നും, ഞങ്ങൾ സൂംബ ഡാൻസിനെ എതിർത്തപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല, അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഞങ്ങളെ അസ്രഫ് മാഷ്ക്കെതിരെ ഞങ്ങൾ നടപടിയെടുത്തില്ലേ, അതിനുള്ള പ്രതികരണമാണ് എന്നൊക്കെ ഈ പെടക്കോഴി കൂവി നേരം വെളുപ്പിച്ചു എന്ന് പറയുന്നത് പോലത്തെ ഒരു ഗീർവാണം കേട്ടു. ഞാൻ കുറച്ചേറെ ചിരിച്ചു, പിന്നെ എന്താ ചെയ്യുക, പറഞ്ഞോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. എന്ന് മാത്രമല്ല, ലിബറൽ ആയിട്ടുള്ള സെക്യുലർ ലിബറൽ മൂല്യങ്ങളെ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തുകയും ജെൻഡർ ന്യൂട്രാലിറ്റി അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ലിംഗസമത്വം, ലിംഗനീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള പാഠ്യപദ്ധതി പരിഷ്കരണങ്ങൾ, അതിൽ മതപരമായിട്ടുള്ള മുസ്ലിം പക്ഷത്തിന്റെ എതിർപ്പ് CPM അവഗണിച്ചതൊക്കെയാണ് CPMന്റെ പരാജയത്തിന് കാരണം എന്നും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അത് വളരെ കൗതുകകരമായിട്ട് തോന്നി. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക വിശ്വാസത്തിനെതിരായതും ഇസ്ലാമിക വിശ്വാസപ്രകാരം
അംഗീകരിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരുപടി കാര്യങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉണ്ട്. അത് ഇതിനോടകം ഉണ്ട്, ഇനി ഉണ്ടാവും. അതൊക്കെ മാറ്റി നാളെ മുതൽ ഇനിയിപ്പോ UDF ഭരിച്ച് VD സതീശൻ പ്രത്യേകിച്ച് ഖുർആനിലെ ശാസ്ത്രമൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി VD സതീശൻ മുഖ്യമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ എന്തെങ്കിലും കുന്ത്രാണ്ടായി വന്നിട്ട് ഇവർ ഈ പാഠ്യപദ്ധതിയൊക്കെ പരിഷ്കരിച്ച് ഒരു ശരീഅത്തിന് അനുഗുണമാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇവിടുത്തെ വിസ്ഡം മുജാഹിദർ പറയുന്ന രീതിയിൽ ഒരു ഭരണം നടത്തും എന്നൊക്കെയാണ് അച്ചങ്ങായിന്റെ വാദം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. ഇല്ലെങ്കിൽ ഓലും തോൽക്കും എന്നാണ് എനിക്കത് കേട്ടപ്പോൾ തോന്നിയത്. ആ ഒരു തമാശ ഞാൻ നിങ്ങളോട് പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ജയിച്ച UDF-നോട് തോറ്റ LDF-നോട് പറഞ്ഞ കഥയാണ് കേട്ടോ. ഇത് മുസ്ലിങ്ങളെ മുസ്ലിം വിരുദ്ധ നിലപാട് സ്വീകരിച്ചതിനെയും മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചതിന്റെയും പ്രതിഫലനമാണ്. അതേപോലെ നമ്മുടെ നമ്മുടെ വെള്ളാപ്പള്ളി നടേശനെ കാർ കയറ്റി, അതിലൊക്കെ ഒരു ചെറിയ കാര്യങ്ങളുണ്ടെങ്കിലും അത് മാത്രം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് നിങ്ങൾ പാഠം പഠിച്ചോളി, നമ്മൾ മുസ്ലിങ്ങളില്ലാതെ നിങ്ങൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ ഒരു ധ്വനി അതിനകത്ത് കേട്ടു. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. എന്നിട്ട് ജയിച്ച UDF-നോടും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ സമയം കിട്ടിയില്ല. സമയം പോലെ കണ്ടോളാം സാഹിബ്. എനിവേ അത് എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു. ഇനി വേറൊരു രസകരമായിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത്, ഇവിടുത്തെ തീവ്ര മത വിഭാഗങ്ങളോട്, മുജാഹിദുകൾ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ തീവ്ര നിലപാട് സ്വീകരിക്കുന്നവരോടും SDPI പോലെയുള്ള, ഇപ്പൊ നോക്കൂ നിങ്ങൾ, SDPIയുടെ പിന്തുണ ഇത്തവണ CPM-നായിരുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ജമാഅത്തെ ഇസ്ലാമിയെയും മുസ്ലിം ലീഗിനെയൊക്കെ വർഗീയ പാർട്ടി എന്ന് വിളിക്കുന്നതിൽ ഒരു തർക്കമല്ല. ജമാഅത്തെ ഇസ്ലാമി ക്ലിയർ ആയിട്ടുള്ള ഇസ്ലാമിക് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കളാണ്, ഇതൊന്നും സംശയമില്ല. പക്ഷെ അതേ സമയത്ത് അതിന്റെ ആശയധാരയിൽ നിന്ന് ഏറ്റവും വീര്യം കൂടിയതും മൂർച്ച കൂടിയതുമായിട്ടുള്ള ഏറ്റവും അപകടകരമായിട്ടുള്ള പൊളിറ്റിക്കൽ ഒരു സെറ്റായിട്ടുള്ള ഒരു കൾട്ടായിട്ടുള്ള SDPIയുടെ പരോക്ഷമായിട്ടുള്ള പിന്തുണ ഇത്തവണ CPM-നായിരുന്നു എന്ന് ആലോചിക്കണം. അത് CPM-ന്റെ തോൽവിയുടെ ആക്കം കൂട്ടിയെന്നും, എന്നാൽ SDPIയുടെ തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘത്തിനെതിരായിട്ടുള്ള ഹിന്ദു മനസ്സിന്റെ വോട്ട് BJP-യിലേക്ക് ഒന്നാകെ ഒലിച്ചു പോയിട്ടില്ല എന്നതും നിങ്ങൾ കാണണം. ഇങ്ങനെ എല്ലാം കൊണ്ടും നമ്മൾ ഇതിനെ അനലൈസ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ ഈ സമയത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇവിടുത്തെ തീവ്ര ഹിന്ദുത്വ നിലപാടുകാരുടെ പ്രശ്നം ഇത് തന്നെയായിരിക്കും. BJP സംഘപരിവാർ ആളുകൾ അവർ ഏത് നിലപാട് സ്വീകരിക്കുന്നു എന്നത് വളരെ പ്രധാനമായിരിക്കും. എൻ്റെ രസകരമായിട്ടുള്ള അനുഭവം, അല്ലെങ്കിൽ എൻ്റെ ഒരു എനിക്ക് പറയാനുള്ള ഒരു തമാശ എന്താ വെച്ചാൽ, തീവ്ര ഹിന്ദുത്വ നിലപാടിന് വേണ്ടി കുഴലൂതുന്ന സംഘികളെന്ന് സ്വയം പ്രഖ്യാപിക്കാത്ത ചില സംഘികളുണ്ട്. അതായത് വേറെ തരത്തിൽ പണിയെടുക്കുന്നവര്. ഇത്തരം ആളുകളൊക്കെ പിണറായിയെ എതിർക്കുകയും മോദിയിൽ അഭയം പ്രാപിക്കുകയും ഇവിടെ BJP-യുടെ അധികാരം വരണം, മൂന്നാം മുന്നണി വരണം, ഇടതും വലതും ഒരുപോലെയാണ് എന്ന് പറഞ്ഞിട്ട് CPM-നെ കൂടുതൽ മാരകമായി ആക്രമിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു കൂട്ടം ആളുകൾ ഇലക്ഷന്റെ ഏകദേശം ഒരു ചൂട് തുടങ്ങിയ സമയത്ത് ഉത്തരേന്ത്യയിലെ പൊളിറ്റിക്സ് കൊണ്ട് കേരളത്തിൽ BJP ക്ലച്ച് പിടിക്കില്ല എന്ന് മനസ്സിലാക്കുകയും ഉത്തരേന്ത്യൻ സംഘികളെ തോൽപ്പിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ തീവ്ര ഹിന്ദുത്വവാദികളുടെ മുസ്ലിം വെറുപ്പിനേക്കാൾ മാരകമായിട്ട് വെറുപ്പ് പറയുന്ന പല വെറിയന്മാരും അവരുടെ വെറി കൊണ്ട്, അവരുടെ വെറി പറച്ചിൽ കൊണ്ട് അത് ഇവിടെ BJP-ക്ക് ഗുണമല്ല ചെയ്യുന്നത്, ദോഷമാണ് ചെയ്യുക എന്ന് അവസാന ഘട്ടത്തിൽ തിരിച്ചറിഞ്ഞത് കൊണ്ടോ എന്തോ എനിക്കറിയില്ല. അവസാനമായപ്പോഴത്തേക്ക് ഇവരൊക്കെ എങ്ങനെയെങ്കിലും CPM ജയിക്കണം എന്നൊരു നിലപാടെടുക്കുന്ന വളരെ ദയനീയമായ കാഴ്ച കണ്ടു. പ്രഡിക്ഷൻ ഒക്കെ നടത്തിയ മഹാന്മാരെ ഞാൻ കണ്ടു. അതായത് ഇവിടെ ഇടതുപക്ഷം വളരെ മികച്ച ഒരു വിജയം നേടുകയും ശക്തമായ പ്രതിപക്ഷമായിട്ട് BJP ഉയർന്നു വരികയൊക്കെ ചെയ്യുന്ന സ്വപ്നം കണ്ട ചില ദിവാന്മാരെ വിദ്വാൻമാരെ കണ്ടു. അതും ഒരു തമാശയാണ്. എന്ന് പറഞ്ഞാല് നിങ്ങൾ ജയിക്കോ തോൽക്കോ എന്നുള്ളതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ഒരു കൺവിക്ഷൻ ഉണ്ടാവണം. നിങ്ങൾക്കൊരു കൺവിക്ഷൻ ഉണ്ടാവണം. ഇന്നലെ വരെ ചീത്ത പറഞ്ഞ തള്ളി പറഞ്ഞ ആൾക്കാർ ഓല് തോറ്റ് കാണണം, അതിന് ഞങ്ങൾ ജയിക്കണം എന്ന് പറഞ്ഞ ആൾക്കാർ ഞങ്ങൾ തോറ്റാലും വേണ്ടില്ല, ഓല് ജയിച്ചാൽ മതി എന്ന നിലപാട് സ്വീകരിക്കുന്നതോളം ഗതികെട്ട ഒരു രാഷ്ട്രീയ നിലപാട് വേറെ ഇല്ല. അപ്പൊ അത്തരം നിലപാട് സ്വീകരിച്ച ആൾക്കാരെയും കണ്ടു. ഞാൻ ഇതൊക്കെ പറയുമ്പോഴും ഇതൊക്കെ നിലവിലുള്ള നമ്മുടെ മുന്നിലുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് ചെയ്യാനുള്ള ബാലറ്റ് പേപ്പറിൽ മീൻസ് ആ ഒരു മെഷീനിൽ നമ്മൾ കാണുന്ന ആളുകൾ ഓപ്ഷൻസ്, നമ്മളുടെ ലിമിറ്റഡ് ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസിനെ കുറിച്ചുള്ള ആളുകളുടെ കണക്കെടുപ്പാണ്. ഞാൻ ഇവിടെ പറയുന്നത് ഇത് വളരെ കൃത്യമായിട്ടുള്ള സമയമാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് ജാതിയും മതവും വെറിയും വെറുപ്പും മാറ്റിവെച്ച് പുരോഗമനപരമായ വികസനത്തിൽ അധിഷ്ഠിതമായ വിവേചനരഹിതമായ സുതാര്യമായ സത്യസന്ധമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ? കേരളത്തിലെ വോട്ടർമാർക്ക് ആ പ്രബുദ്ധതയിലേക്ക് അവർ ഉയർന്നിട്ടുണ്ട്. അവർ ഹിന്ദുത്വ പാർട്ടികൾക്ക് വോട്ട് ചെയ്യുന്നവരാണെങ്കിലും ഇടതുപക്ഷ പാർട്ടികൾക്ക് വോട്ട് ചെയ്യുന്നവരാണെങ്കിലും UDF വോട്ട് ചെയ്യുന്നവരാണെങ്കിലും എന്ന് നമ്മൾ മനസ്സിലാക്കണം.
നിങ്ങളുടെ ജയം ജാതിയും മതവും പറഞ്ഞ് കേരളത്തിൽ ഇനി അധിക കാലം വർക്കൗട്ട് ആവില്ല എന്നതിന്റെ കൃത്യമായ ഒരു സൂചന അത് BJP ആയാലും മുസ്ലിം ലീഗ് ആയാലും SDPI ആയാലും കോൺഗ്രസ് ആയാലും മാർക്സിസ്റ്റ് ആയാലും നായരും നമ്പൂതിരിയും പിന്നെ ക്രിസ്ത്യാനിയും മുസ്ലിമും ജാതിയും മതവും പറഞ്ഞ് അവരുടെ തെണ്ണ നിറങ്ങി ആ സമുദായക്കാരെ കൊണ്ട് നിങ്ങൾ വോട്ട് വാങ്ങി ജയിക്കാം, അങ്ങനെ ഇവരെ ഇങ്ങനെ ആട്ടിൻ പറ്റങ്ങളായിട്ട് കൊണ്ടു നടക്കാം എന്ന നിങ്ങളുടെ മോഹം അസ്തമിച്ചു കഴിഞ്ഞിരിക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ ഒക്കെ ഇടതുപക്ഷത്ത് ഇനിയും പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നത് കാത്ത് കാത്ത് കുത്തിയിരുന്നത്. ഞാൻ ആ കാര്യത്തിൽ ഇത്തവണ കുറച്ചുകൂടി സ്റ്റേൺ ആയിട്ടുള്ള അവര് രാഷ്ട്രീയപരമായിട്ട് BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചോ ഇല്ലേ അതൊന്നും എന്നെ സംബന്ധിച്ച് എനിക്ക് അറിയില്ല, എന്റെ വിഷയമല്ല. പക്ഷെ കുറച്ചുകൂടിയും കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സറിഞ്ഞുകൊണ്ട് അഭിപ്രായം പറഞ്ഞ ഒരു സമുദായ നേതാവ് G. സുകുമാരൻ നായരാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കുറച്ചുകൂടി ഒരു എന്താ പറയാ, ഒരു അവധാനതയോടെയുള്ള നിലപാട് സ്വീകരിച്ച കേരളത്തിന്റെ പൊതു മനസാക്ഷിയോട് ചേർന്ന് പോകുന്ന തരത്തിലുള്ള ജാതിയും മതവും വെച്ചിട്ടുള്ള കളി NSSനെ ഉപയോഗിച്ച് ചെയ്യേണ്ട എന്ന് വളരെ കൃത്യമായിട്ട് നിലപാടെടുത്ത ഒരു സമുദായ സംഘടന NSS ആണ്. NSSന്റെ ആശയങ്ങളോട് യോജിപ്പുള്ളതുകൊണ്ട് പറയല്ല, അവരുടെ സ്റ്റേറ്റ്മെന്റ് എൻ്റെ ശ്രദ്ധയിൽ വന്നത് അതായിരുന്നു. അത് കുറച്ച് ബോൾഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു നിലപാട്. അവര് നായർ വോട്ടുകൾ കുറെ BJPക്ക് പോയി, അല്ലെങ്കിൽ അവർ UDFന് അനുകൂലം, അതൊന്നും എൻ്റെ സബ്ജക്റ്റ് അല്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. അതായത് വെള്ളാപ്പള്ളി നടേശൻ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളും G. സുകുമാരൻ നായർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളും തമ്മിലുള്ള ഒരു താരതമ്യത്തിൽ കേരളത്തിന്റെ പൊതു മനസ്സിനോട് കുറച്ചുകൂടി ചേർന്ന് നിൽക്കുന്ന സ്റ്റേറ്റ്മെന്റ് നടത്തിയ ആൾ G. സുകുമാരൻ നായരാണ് എന്ന എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഞാൻ പറയുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി നമ്മൾ മുസ്ലിം ലീഗിൽ ജയിച്ച കുറെ വീരന്മാരുണ്ട്. മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞ ചില ആൾക്കാരുണ്ട്. അവരൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയാണോ സാംസ്കാരിക മന്ത്രിയാണോ ആയി വരികയെന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അതൊക്കെ വരുന്നോർത്ത് വെച്ച് കാണാം എന്നാണ്. ഇനി അവസാന നിമിഷം LDF ജയിക്കണം എന്നാഗ്രഹിച്ചവർ വ്യക്തിപരമായിട്ട് UDF ജയിച്ച് മുസ്ലിം ലീഗ് അധികാരത്തിൽ വന്ന ഒരു രാഷ്ട്രീയ ശക്തിയായി വന്ന് മുജാഹിദ് പ്രസ്ഥാനങ്ങൾക്കൊക്കെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു എന്താ പറയുക സംരക്ഷണം കിട്ടുമെന്നൊരു പ്രതീതി ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ SDPI പോലെയുള്ള പിന്നെ ഈ സാധനങ്ങളൊക്കെ തലപൊക്കും, അവിടെ നമ്മൾക്കെതിരെ വ്യക്തിപരമായിട്ടുള്ള അറ്റാക്ക് ഉണ്ടാവും, പ്രശ്നം ഉണ്ടാവും എന്ന് പേടിച്ചിട്ട് അത്ര നിലപാട് പറഞ്ഞവരാണെങ്കിൽ ഓരോടൊക്കെ നമ്മൾ സുല്ല് പറയാ എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് കുറച്ചുകൂടി ചലഞ്ചിങ് ആയിട്ടുള്ള മതവിമർശനം കേരളത്തിൽ നമുക്ക് തുടങ്ങാം എന്നാണ് ഞാൻ ഇതിനെ വളരെ പോസിറ്റീവായിട്ട് കുറച്ചുകൂടി കാണുന്നത്. അതായത് ഇപ്പോൾ ഒരു ഭാഗത്ത് ഇസ്ലാമിനെതിരെ വിമർശനം നടത്തുമ്പോൾ എനിക്ക് ഈ അടുത്ത് വന്ന ഒരു ഇതുണ്ടായിരുന്നു, ഞാൻ കാണിക്കാൻ പറ്റും നോട്ടെ. ഇതായിരുന്നു ആ കമന്റ്. അതായത് നിന്റെയൊക്കെ മത അഥവാ പ്രവാചക നിന്നക്ക് ഭരണം മാറുന്നതോടെ പൂട്ട് വരുന്നോ എന്തൊക്കെയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. നിന്നെ പോലെയുള്ള എല്ലാ വിദ്വേഷ തവളകളും കിണറിൽ തന്നെ കിടക്കേണ്ടി വരും എന്നതായിരുന്നു. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ, അതിനെതിരെ പറയാൻ ആളില്ലെങ്കിൽ, ശക്തി ഉപയോഗിക്കാൻ നിങ്ങൾക്ക് പാങ്ങില്ലെങ്കിൽ, പ്രയോഗിക്കാൻ നിങ്ങൾക്ക് അധികാരവും ഹുങ്കും അഹങ്കാരവും കൈയും ഇതൊന്നും മുഷ്ടിയുടെ പവറൊന്നും ഇല്ലെങ്കിൽ പറയുമ്പോൾ ഒരു രസമില്ല. നിങ്ങളുടെ ഭാഷയിൽ നിങ്ങളുടെ നിലവിളി എന്തായിരുന്നു? CPM ഇവിടെ മുസ്ലിം വിദ്വേഷം പടർത്തുകയും ഇവിടുത്തെ സംഘപരിവാറിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും സംഘപരിവാറിന് തണലിൽ മതവിമർശനം നടത്തുന്നവർക്ക് സംഘപരിവാറിനെ പോലെ സംരക്ഷണം കൊടുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാനൊക്കെ മതവിമർശനം നടത്തിയിരുന്നതെന്ന് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ എഴുതിയ ഈ കമന്റ് എന്നെ സംബന്ധിച്ച് അതെനിക്ക് കിട്ടുന്ന ഒരു പ്രത്യേക ഊർജമാണ്. നമ്മൾ പലതവണ ഇസ്ലാമിക വിഷയത്തിൽ അബദ്ധം പറഞ്ഞിട്ടുള്ള VD സതീശനെ ഇനിയിപ്പോൾ വരാൻ പോകുന്ന മന്ത്രിസഭയിലെ മുഖ്യമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ അങ്ങനെ താക്കോൽ സ്ഥാനത്ത് വരാൻ സാധ്യതയുള്ള VD സതീശനെ ഈ അടുത്തുപോലും നമ്മൾ വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനിയും വീഡിയോ ചെയ്യും, ഇനിയും അതുപോലത്തെ പ്രസംഗം നടത്തിയ ഇനിയും വീഡിയോ ചെയ്യും. മതവിമർശനവുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശൈലി അതുപോലെ തുടരും. രാഷ്ട്രീയമായിട്ടുള്ള മാറ്റം ഉണ്ടാകുമ്പോൾ മതവിമർശനം നടത്താൻ പേടി തോന്നുന്നവരോട് പറയാണ്, പേടിയുള്ളവൻ ഈ പണിക്ക് നിൽക്കരുത് എന്നാണ്. ഇതാണ് നമുക്കൊരു ചാലഞ്ചിങ് ആയിട്ടുള്ള സാധനം. അല്ല നമ്മളിങ്ങനെ വളരെ സേഫ് ആയിട്ടുള്ള ഒരു സോണിൽ ഇരുന്നിട്ട് മാത്രം വിമർശനം നടത്തുന്ന എന്ത് രസമുള്ളത്? അതിലൊരു ത്രില്ലില്ലല്ലോ. അതുകൊണ്ട് ഇനി നമുക്കൊരു ത്രില്ലോടുകൂടി ഈ പരിപാടിയൊക്കെ ചെയ്യാം എന്നാണ്. കമരു പാനൂരിന്റെ ആ പ്രതീക്ഷ അദ്ദേഹം വെച്ച് പുലർത്തട്ടെ എന്നുകൂടി എന്നാണ് പറയാനുള്ളത്. നമ്മൾ കരുതുന്ന അത്ര പോലെ വർഗീയമായ
ഒരു ധ്രുവീകരണത്തിന് കേരളം ഇപ്പോഴും അടിപ്പെട്ടിട്ടില്ല എന്നാണ്. അല്ലാതെ ഇത് മുസ്ലിം ലീഗിന്റെ മതേതരത്വ സ്വഭാവത്തിന് കിട്ടിയിട്ടുള്ള വോട്ടായിട്ടോ VD സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സുകാരുടെ മഹത്തായ ഒരു സേവനം സ്വപ്നം കണ്ട് കിട്ടിയ വോട്ടായിട്ടൊന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ വിധി നിർണായകമായ വളരെ കൃത്യമായ രാഷ്ട്രീയ ബോധമുള്ള ഒരു വോട്ട് ഷെയർ കേരളത്തിൽ അതിന്റെ വ്യാപ്തി വർദ്ധിച്ചു വരുന്നു. പൊളിറ്റിക്കലായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നവരെയും ഭരിക്കുന്നവരെയും മന്ത്രിമാരെയും സ്ഥാനാർത്ഥികളെയൊക്കെ കൃത്യമായി അളന്ന് മുറിച്ച് വോട്ട് ചെയ്യാൻ പര്യാപ്തമായിട്ടുള്ള ആളുകൾ ഉള്ളതിൽ നിന്നൊരു ചോയ്സ് എടുത്ത് വോട്ട് ചെയ്യുന്ന പാറ്റേൺ വളരെ പ്രകടമായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ജനങ്ങളുടെ പൊളിറ്റിക്സിൽ ഒരു ക്ലാരിറ്റി വരുത്തി കഴിഞ്ഞാൽ ഇവിടെ രാഷ്ട്രീയപരമായി കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ആ ഒരു മാറ്റം അതിൽ നമ്മൾ ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തു തുടങ്ങാൻ സമയമായി എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.